എന്നോട് ഒരാൾ രഹസ്യമായിട്ട് പറഞ്ഞു മാനുവലെ കുറെ പേര് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇൻഫെക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ എങ്ങനെയാണ് വേറൊരു സംവിധാനം കൊണ്ടുവരാന്ന് വെച്ചാൽ അത് എളുപ്പമല്ല. നമുക്ക് പലയിടത്തും നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. HIV തന്നെയാണ്. അത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. എറണാകുളത്ത് HIV ബാധിതരുടെ എണ്ണം വളരെ കൂടി. സാർ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇവരെ നമുക്ക് എങ്ങനെ ഇത് തിരിച്ചറിയാന്നുള്ള കാര്യങ്ങൾ അത്ര ഈസി അല്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഈ പൾസ് നോക്കിയിട്ട് രോഗം പറഞ്ഞ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ വിഷ്ണുമോഹൻ. അപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചാൽ ഇതൊക്കെ അത്യാവശ്യം അറിയാം. രാജഗിരി ഹോസ്പിറ്റലിന്റെ കീഴില് ഈ മൈഗ്രെയിൻ ലേബേഴ്സിന്റെ ഈ ഇത്തരം ലൈംഗിക രോഗങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു വിങ് ഉണ്ട്. സാറേ 2025 നവംബർ 1 മുതൽ ഡിസംബർ 30 വരെയുള്ള പെരുമ്പാവൂർ താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് രാജഗിരി ഹോസ്പിറ്റലും LF ഹോസ്പിറ്റലും ഒക്കെ നടത്തിയ ഒരു പരിശോധനയിൽ ഏകദേശം 20 HIV ബാധിതരെ കണ്ടെത്തി. അത് ഇപ്പൊ മാത്രമല്ല, ഈ HIV ബാധിതര് പരിശോധിക്കുന്നു, അവരെ കണ്ടുപിടിക്കുന്നു എന്നല്ലാതെ അവരെ മറ്റൊരു രീതിയിലേക്ക് അവർക്ക് വേണ്ടത്ര ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങളൊക്കെ അവരെ കാണുന്നില്ല. പിന്നീട് അവര് പരിശോധിക്കുന്നു, പിന്നീട് നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അവര് രഹസ്യമായിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ രഹസ്യമായിട്ട് രാജഗിരി കോളേജ് ഉണ്ടല്ലോ, രാജഗിരി കോളേജിന്റെ കീഴിലാണ് അവർ. ആ പേര് ഇപ്പൊ ഇവിടുന്ന് ചാനലിൽ നിന്ന് അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഇവിടെ വരായിരുന്നതുകൊണ്ട് അവർക്ക് ആ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അവര് രഹസ്യമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലഹരിയുമായി ഒരാളെ പിടിച്ചിരുന്നു. അപ്പൊ അയാൾ HIV ബാധിതനായിരുന്നു. അയാളുടെ കയ്യിൽ ഒരുപാട് മരുന്ന്. അപ്പൊ ആ മരുന്ന് എന്താ, നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് പോയി ചോദിച്ചു. അപ്പൊ HIV ബാധിതനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ കവർ ഉള്ളത് അതിന്റെ മരുന്നുകളാണ്. അദ്ദേഹം പെരുമ്പാവൂർ ജോലി എടുക്കാണ്. സാറേ ഞാൻ ഈ ഡോക്ടറെ കൊണ്ടുപോയിട്ട് ഞാൻ അതിഥിതൊഴിലാളിയുടെ അടുത്ത് സൺഡേ പോയി. അവിടെ ചെന്നാൽ പേടിയോ, ഡോക്ടർ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് പേടിയായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. കാരണം പറഞ്ഞാൽ വല്ലാത്തൊരു ക്രൗഡാണ്. അപ്പോ നമ്മൾ ഡോക്ടറെ രാത്രിയൊക്കെ വയലന്റ് ആവും. കാരണം രാത്രി നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മൾ ഒറ്റയ്ക്കുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് മെക്കിട്ട് കയറാൻ വരും. അപ്പോൾ ഞാൻ ഡോക്ടറെ ചെല്ലുന്നു. ഡോക്ടർ ഇങ്ങനെ പൾസ് പിടിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ. അപ്പോഴത്തേക്ക് ഒരുപാട് ആൾ കൂടി തിക്കും തിരക്കുമായി. അപ്പോൾ ഡോക്ടർ പേടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോയി. അപ്പോൾ ഡോക്ടർ എന്നോട് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിത് ശരിക്കും പറഞ്ഞാൽ അറിയിക്കണം, ഇതിന്റെ അധികാരപ്പെട്ട ആളുകളെ അറിയിക്കണം. കാരണം പറഞ്ഞാൽ പലരും ഇൻഫെക്റ്റഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ ചെറുപ്പക്കാർ ഈ ടീനേജേഴ്സും ഫുള്ള് അവിടെ രഹസ്യമായിട്ട് പല സ്ഥലങ്ങളും ഉണ്ട്. അത് പ്രത്യേകം മയക്ക് വരുന്ന പല കാര്യങ്ങൾക്കും ഫിസിക്കലി ചില കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേകം ചില കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ പിള്ളേർ അട്രാക്റ്റ് ആയിട്ട് അവർ ആ സാധനം വാങ്ങാൻ വരുന്നു. അപ്പൊ ഇത് ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് ഇത് ചെല്ലുക. അതിപ്പോ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഇവരെ കൊണ്ട് കുഴപ്പമില്ല. കാര്യം 80% ആളുകൾക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ബംഗാളികളെ 100% അനുകൂലിക്കുന്നുണ്ട്. 80% ആളുകളും കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ ഈ ബാക്കി 20% ആളുകൾ വളരെ വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മുടെ പെരുമാറിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ വലിയ പ്രശ്നമെന്ന് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.